ഹലോ ഗായ്സ്, വെൽക്കം ടു ഡെവില്ല ബ്ലോഗ്സ് ഗായ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ കക്കിറച്ചി ഉണ്ടാക്കാൻ പോവുകയാണ് ഗൈസ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ലുലു മോളിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ തന്നെ ഇഷ്ടംപോലെ ഹമൂറും ചെമ്പല്ലി മീനുകളൊക്കെ ഉണ്ട്. പക്ഷേ നമ്മളുടെ സാധനം ഇതല്ല, നമ്മളുടെ സാധനം ഇതാണ് ഗൈസ്, ഒരു ചെറിയ കക്ക. അപ്പോൾ അത് കിലോ 440, നമ്മളതിൻ്റെ അര കിലോ വാങ്ങിച്ചിട്ടുണ്ട്, 220 സംതിങ് എന്തോ ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ലുലു മോളിൽ ഇഷ്ടംപോലെ മീൻ കിട്ടും. ഇത് ആക്ച്വലി ക്ലീൻഡ് ആണ്, എന്നാലും നമ്മൾ വീട്ടിൽ കൊണ്ടുപോയി ഒന്നുകൂടെ ക്ലീൻ ചെയ്യണം. അപ്പോൾ എൻ്റെ തൂക്കുകയാണ്, എനിക്ക് അര കിലോ മതി എന്ന് പറഞ്ഞ്. അപ്പോൾ ഇതാണ് ഗൈസ്, 270 രൂപ എന്തോ ആയി. അപ്പോൾ അത് നല്ലപോലെ കഴുകിയിട്ടുണ്ട്, അവിടെ നിന്ന് കഴുകിയാൽ നമ്മൾ ഒന്നുകൂടെ കഴുകിയിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ അകത്തോട്ട് നമ്മൾ മഞ്ഞപ്പൊടി ഇടുന്നുണ്ട് ഗൈസ്, കാരണം ഇതിങ്ങനെ നമ്മൾ വേവിക്കാൻ പോവുകയാണ്. അപ്പോൾ മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട്, പിന്നെ കല്ലുപ്പാണ് ഗൈസ് ഇടുന്നത്. എന്തെങ്കിലും കീടാണുക്കളുണ്ടെങ്കിൽ പോകാൻ അങ്ങനെ വേവിച്ചെടുത്തിട്ടുണ്ട്. വേവിച്ചതിലോട്ട് നമ്മൾ മുളക് പൊടി ഇട്ടിട്ടുണ്ട്, അത് കഴിഞ്ഞിട്ട് ജീരകപ്പൊടി ഇട്ടിട്ടുണ്ട്. അടുത്ത ഈസ്റ്റേണിൻ്റെ ചിക്കൻ മസാലയാണ് ഗൈസ് ഇടാൻ പോകുന്നത്. അത് കഴിഞ്ഞിട്ട് മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇനി അടുത്തതെന്ന് പറയുന്നത് കുരുമുളക് പൊടിയാണ്. അപ്പോൾ ഇതെല്ലാം വെച്ചിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. അതിനുശേഷം അത് വെയിറ്റ് ചെയ്ത് വെച്ചിട്ട് ഒരു ഫ്രൈയിങ് പാൻ എടുത്തിട്ട് അതിൻ്റെ അകത്തോട്ട് എണ്ണയും കടുകും ഒഴിച്ചതിന് ശേഷം നമുക്ക് അരിഞ്ഞ് വെച്ചേക്കണ സവാള നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ഇടാം ഗൈസ്. അപ്പം സവാള ഇതിൻ്റെ അകത്ത് ഇട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് നമ്മൾ പേസ്റ്റാക്കി വെച്ചത് കൂടെ ആഡ് ചെയ്തതിന് ശേഷം അത്യാവശ്യം ഇതൊന്ന് റെഡ് കളർ ആകും വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന നമ്മളുടെ കക്ക എടുത്ത് ഇതിൻ്റെ അകത്തോട്ട് തട്ടുക. ഇനി വേറെ ഒന്നുമില്ല ഗൈസ്, ഇതൊന്ന് വേവാൻ വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ വെന്ത് വന്നിട്ടുണ്ട്, പക്ഷേ അങ്ങ് ഏറ്റില്ല. അപ്പം വീട്ടുകാരുടെ റിയാക്ഷൻ കേൾക്കാം. അതായിരുന്നെങ്കിൽ അവിടെ കടയിൽ ചെന്ന് സുന്ദരമായിട്ട് മീൻ വാങ്ങിച്ചുകൊണ്ട് വരായിരുന്നു. നല്ല സൂപ്പർ മീൻ കിട്ടും. നിന്റെ അഭിപ്രായം പറയടാ ജെഫി, കൊള്ളാമോ? ജെ പി വേണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കിയ ഫുഡ് നമുക്ക് വേണ്ടെന്ന് പറയാൻ പറ്റുമോ ഗൈസ്? അങ്ങനെ ഞാൻ കഴിച്ച് ഗൈസ്, ഇരുന്ന് കഴിച്ച്, അതിൻ്റെ എഫക്റ്റാണ് ഡ്രിപ്പ് ഇടേണ്ടി വന്നത്, ഫുഡ് പോയ്സൺ അടിച്ച് ഗൈസ്. അപ്പം നിങ്ങളും ഇതേപോലെ വീഡിയോ ഒക്കെ ട്രൈ ചെയ്യുന്നെങ്കിൽ ഇങ്ങനത്തെ റിസ്ക് എടുക്കാൻ വേണ്ടി റെഡി ആയിക്കോ ഗൈസ്. അപ്പോൾ ഇത് ഇത്രേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഗൈസ്. ബൈ.